ഹലോ, ലിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസി. നമ്മൾ ഇന്നിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു മിഡിയും ടോപ്പുമാണ് തയ്ക്കുന്നത്. അത് ഒരു നൈറ്റിയുടെ പീസാണ്. നൈറ്റി പീസിൽ നിന്നാണ് നമ്മളിത് തയ്ക്കുന്നത്. അതിൽ ആദ്യം ബ്ലൗസിന് വേണ്ടിയിട്ട് നമ്മളൊരു 1:20 തുണി നമ്മളിങ്ങോട്ട് മുറിച്ചു മാറ്റി. ആ മുറിച്ചു മാറ്റിയതിൽ നിന്ന് രണ്ടായിട്ട് താഴേക്ക് രണ്ടായിട്ട് മടക്ക് മുകളിലാകത്തക്ക വിധത്തിൽ താഴേക്ക് രണ്ടായിട്ട് മടക്കിയിട്ടു. മടക്കിയിട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ട് പീസാണ് നമ്മൾ ആദ്യമായിട്ട് മുറിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിന് പടി വരുന്നത് കൊണ്ട് നമ്മളൊരു 1.5 ഇഞ്ച് നമ്മളവിടെ ഒന്ന് മടക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിന് വണ്ണം വേണ്ടിയത് ഒരു 11 ഇഞ്ച് വണ്ണമാണ് നമ്മളെടുക്കുന്നത്. കുറച്ച് താഴെയായിട്ട് ഒന്നും കൂടെ 11 നമുക്ക് അടയാളപ്പെടുത്താം. ഇനി വേണ്ടിയത് ഷോൾഡറാണ്. ഷോൾഡർ അടയാളപ്പെടുത്തുന്ന 6.5 ഇഞ്ച് ഷോൾഡർ, അതും താഴെയോട്ട് ഒന്നും കൂടെ 6.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി കൈക്കുഴിയാണ് അടയാളപ്പെടുത്തുന്നത്. കൈക്കുഴിയും ഒരു 6.5 ഇഞ്ച് എടുത്താൽ മതി. കൈക്കുഴിയും ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് രണ്ടിടത്തും മറ്റത്ത് അവിടെയും 6.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ബോക്സ് പോലെ ആക്കി ഷേപ്പിൽ വരച്ചെടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഇടവണ്ണം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 13 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെയും 11 ഇഞ്ച് അടയാളപ്പെടുത്താം. അതുപോലെ താഴ്ഭാഗത്തും 11 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമ്മൾ ആ ഇടവണ്ണം അടയാളപ്പെടുത്തിയെടുത്ത് ഒരു 1.5 ഇഞ്ചൊക്കെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് ഷേപ്പ് അങ്ങോട്ട് വരച്ചെടുക്കാം. ഇനി ഫ്രണ്ടിലത്തെ കഴുത്തും നമുക്കിപ്പോൾ തന്നെ വെട്ടാം. കഴുത്ത് നമുക്ക് അകലം 3.5 ഇഞ്ച് അകലവും താഴ്ച 7 ഇഞ്ചും. കാരണം ബി ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പിന്നെ വിരിവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 3.5. സാധാരണ കഴുത്ത് നമ്മൾ 3 എടുക്കുന്നത്. ഇവിടെ നമ്മൾ 3.5 എടുത്തു. താഴ്ച നമ്മൾ 7 ഇഞ്ച് എടുത്തു. അങ്ങനെ അത് രണ്ടും കൂടെ യോജിപ്പിക്കാം. ഇനി മാർക്ക് ചെയ്തതിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്. ബാക്ക് പീസ് എടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് അടിയിലേക്ക് മടക്കി ഇട്ടിട്ടായിരുന്നു എടുത്തത്. ഇപ്പം ഇവിടെ അത് പോരാ. കാരണം നമുക്ക് പിന്നെ ബാക്കിൽ ഓപ്പൺ ഇല്ലാത്തതല്ലേ. അപ്പോൾ അവിടെ പിന്നെ തിരിച്ചിട്ടിട്ട് വേണം അത് മടക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് മടക്കിയിടണം. എന്നിട്ട് വേണം നമുക്ക് വെട്ടാനായിട്ട്. അങ്ങനെ നമ്മൾ 11 ഇഞ്ച് വണ്ണത്തിൽ നമ്മൾ തുണി അതുപോലെ തന്നെ വിരിച്ചിട്ടു. ഇനി ആ ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് അതുപോലെ വെട്ടിയെടുത്താൽ മതി. ആ പടി വിടുത്തരുത്. പടിയുടെ അതുപോലെ തന്നെ വെച്ചിട്ട് എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ബാക്കിലത്തെ കഴുത്തിൻ്റെ അകലം 3.5 ഇഞ്ചും ഇറക്കം 3 ഇഞ്ചും. അത് കർവ് ഷേപ്പിൽ അങ്ങോട്ട് വരച്ചെടുക്കാം. വരച്ചിരിക്കുന്നതിലെ വെട്ടിയെടുക്കാം. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി കൈയാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ ബാക്ക് പീസ് എടുത്തതിൻ്റെ ബാക്കിയുള്ള തുണിയാണത്. അത് 1-2 ഇങ്ങോട്ട് മടക്കിയിട്ടു. ഇട്ടിട്ട് ഇനി അതിനെ ക്രോസായിട്ട് ഒന്നും കൂടെ മടക്കിയിടാം. ക്രോസായിട്ട് മടക്കിയിട്ട് ഇനി ഒന്നും കൂടെ ക്രോസായിട്ട് മടക്കുക. അവിടെ നിന്ന് കൈക്ക് ഇറക്കം വേണ്ടിയത് 5 ഇഞ്ചാണ് ഇറക്കം വേണ്ടിയത്. പിന്നെ മുകളിലേക്കുള്ള ഇറക്കം ഒരു 5.25 അടയാളപ്പെടുത്താം. ഇനി വരച്ചിരിക്കുന്നതിലേ നമുക്ക് വെട്ടിയെടുക്കാം. അതിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി ബാക്ക് പീസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഷോൾഡർ കൂട്ടും ഫ്രണ്ടും കൂടെ കൂട്ടി ഷോൾഡർ കൂട്ടി പിടിപ്പിക്കാം. ഷോൾഡർ 2 വശത്തെ ഒരേപോലെ 2 പ്രാവശ്യം വീതം അടിക്കാം. ഷോൾഡർ പിടിപ്പിച്ചു. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. കൈക്ക് അടിക്കേണ്ടിയൊന്നുമില്ല. നമ്മൾ ഡബിളായിട്ടുള്ള ആണ് കൈ എടുത്തിരിക്കുന്നത്.
അപ്പം അത് മടക്കി തന്നെ അതിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വിട്ടാൽ മതി. നമ്മൾ കൈ അടിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടി നമുക്ക് പിന്നെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കൈ തൊട്ട് അടിവരെയുള്ള വണ്ണം അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് വണ്ണമാണ് അടിക്കേണ്ടത്. വണ്ണത്തിന് ഇത് 33 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണ് നമ്മൾ തയ്ക്കുന്നത്. 33ൻ്റെ കൂടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 3 കൂടെ കൂട്ടി 33 3 36, 36ൻ്റെ പകുതി 18. അങ്ങനെയാണ് നമ്മൾ വണ്ണം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 18. പിന്നെ ഇടവണ്ണം അതിൽ നിന്ന് 3 കൂടെ കുറച്ചിട്ട് 15. അടിയിൽ ഒരു 19 ഇഞ്ച് വണ്ണം. പിന്നെ കൈയുടെ വണ്ണം 6 ഇഞ്ച് നമുക്ക് എടുക്കാം. കാരണം ഇത് പിന്നെ ക്രോസ് ആയിട്ടുള്ള കൈയാണ്. അപ്പോൾ ചെറുതായിട്ട് പൊന്തി നിൽക്കുന്ന കൈയാണ്. അപ്പോൾ നമുക്ക് കൈയുടെ വണ്ണം 6 എടുക്കാം. വണ്ണം അടിച്ചു കഴിഞ്ഞു. ഇത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറക്കമാണ് നമുക്ക് പിന്നെ ചെയ്യേണ്ടിയുള്ളത്. ഇറക്കം നമുക്ക് വേണ്ടിയത് 20 ഇഞ്ചാണ് വേണ്ടിയത്. അപ്പോൾ നമുക്കൊരു 21 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്യാം. ഇനി അത് ആ ഷേപ്പിൽ അങ്ങോട്ട് വരച്ചു വിടാം. ആ വരച്ചയിൽ നമുക്ക് വെട്ടിയെടുക്കാം. ആ പടിക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഒന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ മടക്കി തന്നെയാണ് നമുക്ക് പിന്നെ അടി അടിക്കേണ്ടത്. അടി ഒന്നടിക്കുക, പിന്നെ ഒന്നും കൂടെ വീതി കുറച്ചിട്ട് അടിക്കുക. നമ്മൾ അടി മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തുമ്പ് കണ്ടോ, സൈഡിൽ നമ്മൾ ഇഷ്ടം പോലെ തുമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വണ്ണം എത്ര വേണേലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തുമ്പ് ഇടുന്നത്. കുറച്ചൊക്കെ വെട്ടിക്കളയാം, ബാക്കിയുള്ള ഭാഗം ഇട്ടാൽ നമുക്കൊരു അതുപോലെ 2-3 അടിപ്പ് അങ്ങിടുക. ആവശ്യം വന്നാൽ വണ്ണം കൂട്ടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തുമ്പിടുന്നത്. ഇനി നമുക്ക് വേണ്ടിയത് കഴുത്താണ് തയ്ക്കേണ്ടത്. കഴുത്തിന് നമ്മളെ പടി മടക്കി ഇട്ടിട്ടുണ്ടായിരുന്നു താഴേക്ക്. ആ പടി അതുപോലെ തന്നെ മടക്കി ഇട്ടിട്ട് ആണ് നമ്മൾ കഴുത്ത് പിടിപ്പിക്കുന്നത്. കഴുത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ടുള്ള പീസാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ ക്രോസ് പീസ് കൂട്ടി യോജിപ്പിക്കുന്നത് എങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് അങ്ങനെയാണ് തന്നെയാണ് അടിക്കുന്നത്. അതിൻ്റെ സൈഡിലേക്ക് ഇനി നീളം വേണമെങ്കിൽ വീണ്ടും പീസ് നമ്മളൊക്കെ അതുപോലെ കൂട്ടി യോജിപ്പിച്ച് നീളം കൂട്ടിയെടുക്കാം. ഇനി നമ്മൾ ആ പൈപ്പിങ് തയ്ക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ അറ്റം ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഒന്ന് നടുവേ മടക്കുക. നടുവേ മടക്കിയിട്ട് ഒരറ്റം തൊട്ട് വെച്ച് പിടിപ്പിക്കുക. ഒരറ്റം തൊട്ടടിച്ച് ബാക്കും അടിച്ച് ഇവിടെ ഇപ്പോഴത്തെ പീസിൻ്റെ അറ്റം വരെ അങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ ഒന്ന് അടിച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്നും കൂടെ അടിച്ചിട്ടുണ്ട്. ഇനി അത് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്നെങ്കിൽ കൈ കൊണ്ട് തിന്നാം, അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ പിന്നെ അടിക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന് വെക്കേണ്ടത് ബട്ടൺസ് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ബട്ടൺസും ബട്ടൺ ഹോളും പിടിപ്പിച്ചാൽ മതി ഫ്രണ്ടിലേക്ക്. അങ്ങനെ നമ്മുടെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. ടോപ്പിന് ഇനി ഓരോ ബട്ടൺസും കൂടെ പിടിപ്പിച്ചാൽ മതി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.